ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു നോൺ വെജ് അച്ചാർ ഉണ്ടാക്കിയാലോ. ഇന്ന് നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കിലോ നത്തലെടുത്തിട്ടുണ്ട്. അതിനൊന്ന് നമുക്കൊന്ന് വറക്കാൻ വേണ്ടിയുള്ള മസാല തയ്യാറാക്കാൻ കുറച്ച് വെളുത്തുള്ളി, കുറച്ച് കുരുമുളകും കുറച്ച് കല്ലുപ്പും കൂടി അരച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 3 സ്പൂണ് മുളക് പൊടിയും ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് തിരുമ്മി ഒരു അരമണിക്കൂർ സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് അതൊരു ചീനച്ചട്ടിക്കകത്ത് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് നല്ലപോലെ വറുത്ത് കോരിയെടുക്കാം. അത് പല ട്രിപ്പായിട്ട് വറുത്ത് കോരി വെക്കുന്നുണ്ട്. അതിന് ശേഷം വേറൊരു ചീനച്ചട്ടിക്കകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു വലിയ സ്പൂൺ ഉലുവയും 1 സ്പൂൺ തന്നെ കടുകും ഒന്ന് ചെറുതായി ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ ഈ അച്ചാറിലേക്ക് ആവശ്യത്തിനായിട്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചിയും 2 കുടം വെളുത്തുള്ളിയും നന്നായി പൊളിച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പകുതി ഭാഗം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് റെഡിയായി വരുമ്പോഴത്തേക്കും കുറച്ച് കരിയാപ്പില കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു 3 സ്പൂൺ എരിവെള്ള മുളക് പൊടിയും കൂടെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. 1 കിലോ മീനുള്ളത് കൊണ്ടാണ് ഇത്രയും മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ നത്തോലി തിരുമ്മി വെച്ചപ്പോഴും ആവശ്യത്തിനുള്ള മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു, കുരുമുളകും ഒക്കെ ചേർത്തതാണ്. അതുകൊണ്ട് ഇത്രയും പൊടികൾ മതി. ഇത് ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് ചുമന്ന് വരണം. അച്ചാറിന് നല്ല കളർ കിട്ടണമെങ്കിൽ ഈ പൊടികൾ നന്നായിട്ട് ചെറുത് തീയിലിട്ടിട്ട് ചൂടാക്കി ചുമപ്പിച്ചെടുക്കണം. അതുവരെ നമുക്കൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. ഈ വറുത്തെടുത്ത പൊടി നമുക്ക് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അതരയാൻ ആവശ്യമുള്ള വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കാം. വിനാഗിരി ചേർത്ത് നന്നായിട്ട് അതിനകത്ത് ഉലുവയും കടുകും ഒക്കെ ഉള്ളത് കൊണ്ട് നന്നായിട്ട് അരയണം. കായപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു, അത് വീഡിയോയിൽ വന്നിട്ടില്ല കേട്ടോ. ഇനി അച്ചാർ തയ്യാറാക്കാനായിട്ട് പറ്റിയ ഒരു പാത്രം എടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് അതായത് നല്ലെണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആദ്യം നമ്മൾ മുറിച്ച് വെച്ചിരുന്ന വെളുത്തുള്ളി, ഇഞ്ചിയും കരിയാപ്പിലയൊക്കെ ഇട്ട് കൊടുക്കാം. അതൊക്കെ നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പില്ലേ, അത് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. ഈ സമയത്ത് ഈ പൊടികളെല്ലാം നേരിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഉലുവയും കടുകും കായവും വറുത്ത് പൊടിച്ചിട്ട് ചേർത്താലും മതി, അതും നല്ലതാണ്. പക്ഷേ അതിനേക്കാളൊക്കെ ഈ അച്ചാറിന് നല്ല ഗ്രേവിയും തിക്നെസ്സും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ അരപ്പ് ഇങ്ങനെ നമ്മൾ അരച്ചെടുക്കുന്നത്. നമ്മൾ തയ്യാറാക്കിയ മസാല ഉരുളിക്കകത്ത് നല്ലെണ്ണയിൽ കിടന്ന് നന്നായി മൂത്ത് വരുമ്പോൾ ഉരുളിക്കകത്ത് നിന്ന് മസാല മെല്ലെ വിട്ട് വരും. അതാണ് ഇതിൻ്റെ ശരിക്കുള്ള പാകമായ മൂപ്പ്. പിന്നെ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ജാറിനകത്ത് ആവശ്യത്തിനുള്ള വിനാഗിരി കൂടെ ചേർത്ത് അത് കഴുകി ഒഴിച്ച് ആ അരപ്പൊന്ന് നമുക്ക് ലൂസാക്കി എടുക്കാം. ഈ അരപ്പിലേക്ക് വിനാഗിരി ചേർത്ത് കഴിയുമ്പോൾ നന്നായി ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ എല്ലാ വെള്ളമയം ഒക്കെ കുറഞ്ഞ പോലെ ആക്കി നമുക്ക് നല്ലൊരു ഗ്രേവി ആക്കി എടുക്കാം. അത് റെഡിയായി വരുമ്പം അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നത്തോലി കൂടി ചേർത്ത് കൊടുക്കാം. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ചെറിയ മത്തി വറുത്തിട്ട് ഇതേ പ്രോസസ്സിങ് തന്നെയാണ് കേട്ടോ അച്ചാറിടാൻ വേണ്ടി. പിന്നെ നമുക്ക് ആവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുത്തു. ഈ പുളിയും ഉപ്പും ഒക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് പഞ്ചസാരയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചേർത്ത പഞ്ചസാരയും ഉപ്പും അതിൻ്റെ എല്ലാം ഒന്നും കൂടി എല്ലാ ഭാഗത്തും ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതൊരു ഗ്ലാസ് ബൗളിലേക്ക് മാറ്റി. ഈ അച്ചാർ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, ചോറിൻ്റെ കൂടെ സൂപ്പർ കോമ്പിനേഷനാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവരുടെയും നിർദ്ദേശം അഭിപ്രായമൊക്കെ എന്നോട് പറയണേ. ഇനി പുതിയൊരു വീഡിയോയിലൂടെ കാണാം.